ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച FIR-ന്റെ പകർപ്പ് പുറത്ത്. 18 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഇരകളായതെന്നും ഗർഭഛിദ്രത്തിന് രാഹുൽ നിർബന്ധിച്ചെന്നും FIR-ൽ പറയുന്നു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച FIR-ലാണ് രാഹുലിനെതിരെ പരാമർശങ്ങളുള്ളത്. പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര പരാമർശങ്ങളടങ്ങിയ FIR-ആണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു, സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി, സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. 10 പരാതികൾ രാഹുലിനെതിരെ ലഭിച്ചിട്ടുണ്ടെന്നും FIR-ൽ ചൂണ്ടിക്കാട്ടുന്നു. 18 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവരാണ് രാഹുലിന്റെ പീഡനത്തിന് ഇരയായത്. ഇവരെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയതായും FIR-ൽ പറയുന്നു. അതേസമയം രാഹുലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഒഴിഞ്ഞുമാറി. അതെല്ലാം പാർട്ടി ഒരു തീരുമാനം ആ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പറയേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഇല്ല. ഞങ്ങൾ അത്തരത്തിലൊരു നിലപാട് KPCC പ്രസിഡന്റ് ആ കാര്യത്തിലൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിയമസഭയിൽ പങ്കെടുക്കട്ടെ എന്ന് പറയുന്നത് ഭൂഷണമാണോ? അല്ല, അതെല്ലാം പാർട്ടി എടുക്കേണ്ട ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ്. ഞങ്ങളെല്ലാം കൂടിയാലോചിച്ച് എല്ലാ തീരുമാനം എടുക്കുള്ളൂ. അല്ല, ഇപ്പൊ ഞാൻ CLP ലീഡറാണ്. ഞാൻ പോലും ആ തീരുമാനം ഞാനാണ് പറയേണ്ട ആ തീരുമാനം, അല്ലേ? ഞാൻ പോലും പറയാൻ പാടില്ല അങ്ങനെ തീരുമാനം. അത് എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അന്നത്തെ സാഹചര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ലൈംഗിക പീഡന പരാതികളിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ഇരകളായവരിൽ 2 യുവതികൾ ഗർഭഛിദ്രത്തിന് വിധേയരായെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. ഇതിലൊരാളെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയത് ബംഗളൂരുവിൽ വെച്ചാണ്. ഇത് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോകും. അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും കേസില്ലാതാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിൻ്റെതാണെന്ന് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് ശാസ്ത്രീയ പരിശോധനയും നടത്തും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.